നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് അനൗൺസ്മെൻ്റാണ്. വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് നാളായില്ലേ ഗ്രൂപ്പ് ഹീലിംഗ് ഒക്കെ ചെയ്തിട്ട്. ഒരു ഗ്രൂപ്പ് ഹീലിങ്ങിൻ്റെ അനൗൺസ്മെൻ്റാണ് ഇന്നത്തെ വീഡിയോ. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. ഹീലിംഗ് വിത്ത് മെഡിറ്റേഷനാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ചിലത് ഒരു ദിവസത്തേത് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം ദിവസങ്ങൾ, അതായത് 21 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഹീലിംഗ് മെഡിറ്റേഷൻസാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് വൂം ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മണി റേക്കിയുടെയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 21 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന മെഡിറ്റേഷൻസാണ്. അതിൽ റേക്കി കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തു തരാറുള്ളത്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അങ്ങനത്തേത് എന്താ, ആ വോയിസ് എന്താണ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റേക്കി വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ചെറിയൊരു എനർജി എക്സ്ചേഞ്ച് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വളരെ കുഞ്ഞ് എമൗണ്ടാണ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. 500 രൂപയാണ് 21 ദിവസത്തേക്കും കൂടിയിട്ട് പേയ്മെൻറ്റ് വരുന്നത്. നമ്മൾ ഫെബ്രുവരി 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നത്തേതും പോലെ 21 ദിവസത്തേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള വോയിസാണ് അയച്ചു തരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ വോയിസ് കേൾക്കാവുന്നതാണ്. സെൽഫ് ലവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷനാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വരുന്ന പല ഫിസിക്കലിയുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ ഇമോഷണലിയുള്ള കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്ക് വരുന്ന പല അസുഖങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഇഷ്യൂസിനും ലവ് എന്ന ഒരു മേജർ കാര്യം തന്നെയാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു എനർജി, അത് എല്ലാ തലത്തിലും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ എന്നെ വിളിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും, ഒരു 90% ആളുകൾക്കും പണത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂ. ചോദിക്കുമ്പോൾ പറയും ചുറ്റിലുള്ള എല്ലാവരും കാർമിക്കാണ് എന്ന്. ചുറ്റിലുള്ള എല്ലാവരും കാർമിക്കാണെങ്കിൽ പോലും ആ കാർമിക്സിൽ പോലും നമുക്ക് സ്നേഹത്തെ കണ്ടെത്താൻ പറ്റും. അഥവാ അവരുടെ ക്യാരക്ടറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മളുടെ ലവ് എനർജി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഹാർട്ട് ചക്രയിൽ, നമ്മുടെ ലവിൻ്റെ എനർജി ഉള്ളത് ഹാർട്ട് ചക്രയിലാണ്. ഹാർട്ട് ചക്ര കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ലവിൻ്റെ ഹീലിംഗ് മെഡിറ്റേഷനാണ് 21 ദിവസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങളും പലതരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ സ്ട്രെസ്സ്, പലർക്കും ഉള്ള പ്രശ്നമാണ് സ്ട്രെസ്സ്. നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ചുറ്റിലുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലികൾ, അത് ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും ആ ചെയ്യുന്ന കർമ്മത്തെ നമുക്ക് സ്നേഹത്തോടെ നേരിടാൻ പറ്റിയാൽ മാത്രമേ അതിൽ 100% സക്സസ് ആവുള്ളൂ, 100% റിസൾട്ടും അതിൽ കിട്ടത്തുള്ളൂ. അത് ഏത് ജോലിയാണെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ചുറ്റിലുള്ള നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവാം. നമ്മുടെ പാരൻസിനോടുള്ളതാവാം, നമ്മുടെ ഫ്രണ്ട്സിനോടാവാം, കൊളീഗ്സിനോടാവാം, പാർട്ട്ണറോടാവാം, നമ്മുടെ സിബ്ലിങ്സിനോടാവാം, ആരോട് തന്നെ ആയിക്കോട്ടെ. നമ്മൾ വേറൊരാളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരോട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലവ് നമുക്ക് നമ്മളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അറ്റാച്ച്മെൻറ്റോട് കൂടി അല്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ സാധിക്കും. നമുക്കങ്ങനെ സ്ട്രെസ്സ് ഒഴിവാക്കാം. നമ്മൾ വളരെ കൂൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
അതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആവും, നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവും. നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പലരും പറയും എന്നെ വിളിച്ചിട്ട് എനിക്ക് ആരുമില്ല മാം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന്. നമ്മളെപ്പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ഓരോരുത്തരെയും നമുക്കറിയുന്ന പോലെ വേറൊരാൾക്കറിയോ? ഒരിക്കലും അറിയില്ല. നമ്മളിപ്പോൾ എത്ര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ പാർട്ട്ണറോട് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാവുന്ന അത്രയും വേറെ ആർക്കും അറിയില്ല. സോ നമ്മളെ സ്നേഹിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ ഇവിടെ നമ്മളുണ്ട്, ഞാൻ തന്നെ ധാരാളമാണ് എന്നൊരു ഫീലിങ്സിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹയർ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുള്ളായി തുടങ്ങും. അതായത് എനിക്ക് എന്നോടുള്ളൊരു റിലേഷനുണ്ട്, അതായത് എനിക്ക് എന്നോടുള്ളൊരു സ്നേഹം, ഞാനാണ് എൻ്റെ ഉള്ളമാണ്, അല്ലെങ്കിൽ എൻ്റെ സോളിന് ഈ ബോഡിയാണ് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏരിയ നമ്മൾ മനസ്സിലാക്കുന്നൊരു തലമുണ്ട്. ആ ഒരു തലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിലുള്ള ഏത് റിലേഷൻഷിപ്പാണെങ്കിലും, ഈവൻ നമ്മൾ ഡിറ്റാച്ച്ഡായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ അവരിൽ നിന്നും പലതും പ്രതീക്ഷിക്കും. ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരിക്കും, ഒരു ബർത്ത്ഡേ വന്നാൽ അയാൾ വിഷ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അയാളൊരു ഗിഫ്റ്റ് കൊണ്ടു തരുമായിരിക്കും. ഇത് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നാൽ അവിടെ പ്രശ്നം കഴിഞ്ഞില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഡേറ്റ് മറന്നുപോയി, അയാൾ ഗിഫ്റ്റ് കൊണ്ടുവരാൻ വിട്ടുപോയി എന്നാണെങ്കിൽ അവിടെ എന്തുമാത്രം ബഹളം നമ്മൾ ഉണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേ സ്ഥാനത്ത് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ വളരെ ഡിറ്റാച്ച്ഡായിട്ട് ആ ആളോട് യഥാർത്ഥമായ വളരെ പ്യുവറായിട്ടുള്ള ലവാണുള്ളതെങ്കിൽ ആ റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പും ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആവാൻ തുടങ്ങും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവില്ല. നമ്മൾ സ്ട്രോങ് ആയി തുടങ്ങും. കാരണം നമ്മളാണ് നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏരിയ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമതൊരാളുടെ ആവശ്യം നമുക്ക് ഇല്ല. വേറൊരാൾ പല പ്രശ്നങ്ങളും സങ്കടങ്ങളും വന്ന് നമ്മളടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി വീക്കാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് എടുക്കുകയും അതേപോലെ സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവുന്ന സമയത്ത് നമുക്കിതൊന്നും ബാധിക്കത്തില്ല. അത് അവരുടെ ലൈഫാണ്, അത് അവരുടെ കർമ്മയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കുള്ളതിൽ വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ട് നമ്മൾ മാറും. നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം നമ്മൾ തന്നെയാണ്. എന്നെ സ്നേഹിക്കാൻ ഞാൻ തന്നെ മതി, എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണെന്ന തലത്തിലേക്ക് നമ്മൾ ഉയരാൻ തുടങ്ങും. നമ്മുടെ ക്വാളിറ്റി, അതായത് ജീവിതത്തിൻ്റെ ക്വാളിറ്റി അതനുസരിച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ വൈബ് ഹയർ ആവുന്നത്, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ആവുന്നത്. ഈ ഹയർ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഹയർ ആവും. അതുപോലെ തന്നെ നമുക്ക് സമാധാനത്തോടു കൂടിയുള്ള ഉറക്കം കിട്ടും. നമ്മളെല്ലാവരും എപ്പോഴും പറയും, എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല, നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണമെന്ന്, അല്ലേ? നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആവുന്ന സമയത്ത് സുഖമായ നിദ്ര നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് എടുത്തു പറയാൻ കാരണം നമുക്കുണ്ടാകുന്ന പലതരം വേദനകൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഇമോഷണൽ കണക്ഷനുണ്ട്. സോ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആവുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ ബോഡിയും പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് പണത്തെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാത്തിനെയും. അതിന് ലിവിങ് തിങ്സ് എന്നോ നോൺ ലിവിങ് തിങ്സ് എന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ചുറ്റിലുള്ള എല്ലാത്തിനോടും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. നമുക്ക് എല്ലാത്തിലൊരു ഡിവൈൻ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സ്നേഹമാണ് ഈശ്വരൻ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും.
സോ സെൽഫ് ലവ് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെൽഫ് ഹീലിംഗ് മെഡിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലവ് ഹീലിംഗ് മെഡിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വോയിസ് അയച്ചു തരും. ആ വോയിസ് നിങ്ങൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ ഈ ഒരു 21 ദിവസം കൊണ്ട് നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ താല്പര്യമുള്ള ആളുകൾ എന്നും പറയുന്നത് പോലെ മെയിൽ അയക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഹീലിംഗ് എന്നുള്ള ജസ്റ്റ് ഒരു സബ്ജക്റ്റ് ഒന്ന് വച്ചാൽ മതി. ഗ്രൂപ്പ് ഹീലിംഗ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ നമ്പർ വെക്കാത്ത ആളെ ഇത്രയും നാൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് നമ്പർ വെക്കുമോ എന്നൊക്കെ തിരിച്ച് ഞാൻ മെയിൽ അയക്കാറുണ്ട്. ഇനി ആ പരിപാടി ഞാൻ നിർത്തുകയാണ്. കാരണം ഗ്രൂപ്പ് ഹീലിംഗ് ആകുമ്പോൾ ഒരുപാട് മെയിൽ വരും. ഇതെല്ലാവർക്കും തിരിച്ചയക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. അതിൻ്റെ കൂടെ ഇപ്പം മാസ്റ്റർ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു സഹായമാവട്ടെ, എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചാനലിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അധികം ലേറ്റ് ആക്കാണ്ട്, അതായത് 3-ാം തീയതിയാണ് നമ്മൾ ഹീലിംഗ് വെക്കുന്നത്. 3-ാം തീയതി രാത്രി 10 മണിക്കാണ് ഹീലിംഗ് ആരംഭിക്കുക. ഇതിന് സമയപരിധിയില്ല, അതുപോലെ തന്നെ സ്ഥലപരിധിയുമില്ല. നിങ്ങൾക്ക് ആ 10 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ വോയിസ് കേൾക്കാവുന്നതാണ്. കറക്റ്റ് 10 മണിയാകുമ്പോൾ ഫസ്റ്റ് ഹീലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. 21 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. പേയ്മെൻറ്റ് വരുന്നത് 500 രൂപയാണ്. സോ താല്പര്യമുള്ള ആളുകൾ എത്രയും വേഗം നിങ്ങൾ മെയിൽ അയയ്ക്കുക. ഇനി എൻ്റെ നമ്പർ കയ്യിലുള്ള ആളുകൾ വീണ്ടും മെയിൽ അയക്കേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.